ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവല്ലേ, ഇന്ന് ഞാൻ ചക്കയായിട്ടാണ് വന്നത്. അതായത് ഇത് അറിയാലോ, ചക്ക സീസണൊക്കെ തുടങ്ങി, നമ്മളെ വേനൽക്കാലമൊക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് ചക്ക ഉണ്ടാവാറ്. ചക്ക ഒരു കാലത്ത് ഭയങ്കര ഹൈ ലെവലിൽ നിന്നതായിരുന്നു. കാരണം കൊറോണ സമയത്ത് ഒന്നും കിട്ടാത്ത സമയത്ത്, ക്വാറൻറ്റൈനിലുള്ള സമയത്ത് ചക്കയും ചക്കമടലും ചക്കക്കുരുവും കൊണ്ട് ഉണ്ടാക്കാത്ത സാധനങ്ങളില്ലായിരുന്നു. അന്നൊരു സെലിബ്രിറ്റി ആയിരുന്നു ചക്ക, അല്ലേ? എല്ലാവരുടെ വീട്ടിലും ചക്ക തിന്നും അടുത്തൊരു കാലം കൂടിയായിരുന്നു അത്. അപ്പോൾ നമുക്കത് വലിയ പുതുമയായിട്ടൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് ഈ സീസൺ തുടങ്ങുമ്പോൾ നമ്മളെ നാട്ടിലല്ലോ, പിന്നെ എല്ലാ ദിവസവും കഴിയുന്ന എല്ലാ ദിവസവും ചക്ക തന്നെയാണ് രാത്രിയത്തെ ഡിഷായിട്ട് വെക്കാറ്. ചിലപ്പോൾ വൈകുന്നേരത്തെ ചായക്കായിട്ട് വെക്കും. നമ്മളിപ്പോൾ മരക്കേങ്ങൊക്കെ വെക്കുന്ന പോലെ ചക്ക വെക്കും. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ കൊല്ലത്തെ ആദ്യത്തെ ചക്ക വെക്കുന്നതാണ്. ഞാൻ ഇതിനു മുമ്പ് തിന്നിരുന്ന നാട്ടിലെ അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നേരം അതിൽ ചക്ക കൊത്തിയിട്ട് വറവുണ്ടാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തിന്നിരുന്നു. പിന്നെ ചക്ക ഇത് മൂത്ത ചക്കയൊന്നുമില്ല കേട്ടോ, ഇത് നമ്മളെ പ്ലാവമ്മൽ ഉണ്ടായതല്ല, നമുക്ക് ഒരാൾ കൊണ്ടെത്തുന്നതാണ്. അപ്പോൾ 2 തരം ചക്കയുണ്ട്, അതായത് 2 കളർ കേട്ടോ. ഒന്ന് കുറച്ചൊരു മൂത്തതും ഒന്ന് ചള്ളുമാണ്. കാരണം അങ്ങനെ മൂത്ത് പഴുക്കാനുള്ള സമയമായി വരുന്നത്ര ചക്ക മാങ്ങ ഇപ്രാവശ്യം കുറവാണ് കേട്ടോ. നമ്മൾ ഈ നാട്ടിൻപുറത്തെല്ലാം എല്ലാ സ്ഥലത്തും കാണുന്ന സാധനം തന്നെയാണ് ഈ ചക്ക. അപ്പോൾ ഈ നാട്ടിലൊക്കെ ഒരു ഇതുണ്ട്, ഒരു ചക്ക പറിച്ച് കഴിഞ്ഞാൽ അടുത്ത വീടുകളിലെല്ലാം കഴിയുന്ന പോലെ കൊടുക്കും. അതായത് ചക്ക മുറിച്ചിട്ട് കൊടുക്കും. എല്ലാ വീട്ടുകളിലും ഉണ്ടാക്കും. പക്ഷേ ഇപ്പോൾ ഉള്ള ചിലവരൊക്കെ മടി കാരണമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ എൻ്റെ അമ്മക്ക് ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ വിടൂല കേട്ടോ. അമ്മ ചക്ക എൻ്റെ വലിയൊരു ഫാനാണ്. പിന്നെ ചക്ക വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ തിന്നണ്ടെന്ന് ചോദിച്ചാലും കൺട്രോൾ വിട്ടുപോകും കേട്ടോ. അങ്ങനൊരു സാധനമാണ് കേട്ടോ. ഇത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് തിന്നാൻ തുടങ്ങും. ഡെയിലി തന്നെ ആവുമ്പോൾ ചെറിയൊരു മടുപ്പ് വരാണ്ടില്ലാണ്ടില്ല. പഴുത്ത ചക്കയോടാണ് താല്പര്യം എനിക്കിങ്ങനെ. നമ്മളെ വരിക്കച്ചക്ക, പഴഞ്ചക്ക എന്നിട്ട് 2 ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ നാട്ടിൽ നല്ല എല്ലടിക്കും ഉണ്ടാവും. അപ്പോൾ എനിക്ക് വരിക്കച്ചക്കയാണ്, പഴുത്ത വരിക്കച്ചക്കയാണ് ഇഷ്ടം. പഴഞ്ചക്ക എനിക്ക് തിന്നാൻ ഒന്നാമത് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല. പക്ഷെ അമ്മയൊക്കെ കഴിക്കലുണ്ട്. അപ്പോൾ അതാ ചക്ക പാണ്ട കളഞ്ഞു, ഇങ്ങനെ എടുത്ത് മുറിച്ചിട്ടു. അതിൻ്റെ ഉള്ളിലത്തെ കുരുവോ എടുക്കും നമ്മൾ ചക്ക വെക്കുമ്പോൾ. കണ്ടോ ആ ചമണി, ആ സാധനത്തിന് ചമണി എന്നാ പറയാം കേട്ടോ. ചമണിയൊക്കെ പറിച്ചങ്ങ് കളഞ്ഞ് അതിൻ്റെ എന്താ പറയണ്ടേ, ചക്കേൻ്റെ ചോള നുള്ളിയിട്ട് കുരു ഇങ്ങനെ പൊട്ടിച്ചിട്ട് കുരുവിൻ്റെ മുകളിലത്തെ കവറില്ല, അത് നമ്മൾ ഫുള്ളായിട്ട് അങ്ങ് എന്നൊരു പ്ലാസ്റ്റിക് എന്നല്ല, അതുപോലെ ഒരു ഇതുണ്ട്. അത് നമ്മൾ എന്താ പറയണ്ടത്, ഇങ്ങനെ ചരടിക്കളയും. കാരണം അത് തൊണ്ടക്ക് പറ്റും. ബാക്കിയുള്ള ഒരു ബ്രൗൺ കളർ ഇതുണ്ട്, തൊലിയുണ്ട്, അത് നമ്മൾ കളയില്ല. അത് നല്ലതാവുമല്ലോ ശരീരത്തിൽ, ഈ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കും എന്ന് പറയുന്ന കേൾക്കാം. ഈ ചക്കക്കുരുവിൻ്റെ മുകളിലത്തെ ബ്രൗൺ ഇത്. അപ്പോൾ കണ്ടോ, ഇത് ചള്ളാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് മുറത്തിലാണ് മുറിച്ചിടാറ്. എന്നിട്ട് നമ്മൾ കുക്കറിലാണ് വെക്കൽ. അതിനു മുമ്പ് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കാരണം ഇത് മുറിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ പറിച്ച ചക്ക അപ്പാട് വീട്ടിൽ നിന്ന് തന്നെ കൊത്തുന്നതാണെങ്കിൽ നമ്മൾ കഴുകണമെന്നൊന്നുമില്ല. കാരണം ഉള്ളിലൊന്നും അങ്ങനെ ചേർന്നും കിടക്കില്ല. അപ്പോൾ ഇത് വേറെ സ്ഥലത്തു നിന്ന് ചാക്കിലെല്ലാം ആക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമ്മളടുത്ത് ഒരാൾ തന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് 2 വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കഴുകുന്ന പ്രോസസ്സാണ്. വലിയ ചേർന്നുണ്ടല്ല, കുറച്ച് അത്യാവശ്യം ഇതുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് നല്ല കുരുവലാണെങ്കിൽ തെച്ച് കുരുവൊന്നും എടുക്കില്ല. കുരു കുറച്ച് മാറ്റി വെക്കും. ചക്കക്കുരു മുരിങ്ങച്ചപ്പും കറിയും വെക്കും കേട്ടോ. അത് ഞാൻ ഇന്നൊരു ദിവസം കാണിച്ചുതരാം. എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ സിഗ്നേച്ചർ ആയിട്ടാണ്. അതുണ്ടായാൽ നമ്മൾ വേറൊരു കറിയും വേണ്ട, അത് നമ്മൾ അടിയായിരിക്കും വീട്ടിൽ. അത്രയ്ക്ക് ഡിമാൻഡുള്ള സാധനം അത് ഞാൻ വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചക്ക ഉണ്ടായി വരുന്നത്ര. അപ്പോൾ കുരുവൊന്നും കിട്ടിയില്ല. അതിന് നല്ല കുരുവാണ്, അതായത് നല്ല അടിപൊളി കുരുവാണെങ്കിൽ ആ കറി വെച്ച രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചക്ക ഒന്ന് കഴുകിയെടുക്കലാണ്. 2 വെള്ളത്തിലായിട്ട് നമ്മളൊന്ന് കഴുകുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർക്കുള്ള ചക്ക നല്ലതാണ് കേട്ടോ. രാത്രി എന്ന് പറയേണ്ട ചോറൊക്കെ ഒഴിവാക്കി ചക്കയെല്ലാം കഴിക്കുന്നത് നല്ലതാണ്. ചക്കക്ക് പല ഗുണങ്ങളുണ്ട്. എന്താ പറയുക, ഭയങ്കര ഒരു ന്യൂട്രീഷനായിട്ടുള്ള ഐറ്റം. പഴുത്ത ചക്കയും തിന്നുന്നത് നല്ല തന്നെയാണ്. എന്താ പറയുക, ഓരോ സീസണിൽ ദൈവം നമുക്കായിട്ട് കരുതി വെച്ച ഓരോ ആഹാരങ്ങളാണിത്. എന്താ പറയണ്ടേ, മാങ്ങ, ചക്ക. ഈ വേനൽക്കാലത്ത് നമുക്ക് ശരിക്കും ഒരു ആശ്വാസം തരുന്ന കുറേ ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ പണ്ടൊക്കെ ചക്ക ഇഷ്ടം പോലെ ചക്കയിലുള്ള ഉണ്ടായിരുന്നു നാട്ടിൽ. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ മരമൊക്കെ മുറിച്ച്
പിന്നെ കുറേ ഒന്നും ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ പണ്ടത്തെ അത്ര ചക്കയൊന്നും കിട്ടാറില്ല കേട്ടോ. ചക്കേനെ പറ്റി പറയുമ്പോൾ വായു തോരാണ്ട് സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. അപ്പം കുക്കറിൽ നിറച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടുന്നത് ഇൻഗ്രീഡിയൻസും കൂടി ഇടാം. അപ്പോൾ നമ്മൾ ചക്ക വെള്ളം പോലെയല്ല വെക്കാല, ഓരോരുത്തരിങ്ങനെ അൽസി പോലെ വെക്കാറുണ്ട്. കോരി കഴിക്കുന്ന ഇതിൽ നമ്മൾ അങ്ങനെ വെക്കൽ, നമ്മൾ ടൈറ്റായിട്ടാണ് വെക്കൽ, ചില ഡ്രൈ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത് അടുക്കി പിടിക്കാണ്ടിരിക്കണം. പിന്നെ ഇതിനകത്ത് വേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ ഒരു ലേശം വെള്ളം എടുത്ത്, ഒരു 1.5-2 ഗ്ലാസ് വെള്ളം എടുത്ത് അതിൻ്റെ അകത്തേക്ക് കണക്കായ ഉപ്പിടുക. ഉപ്പിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾ കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഒരു ടീസ്പൂൺ നിറയെ മഞ്ഞളിട്ട്, പിന്നെ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ മോൻ ഇതെന്താ ചെയ്യുന്നതെന്ന് വന്ന് നോക്കലാണ്. അപ്പോൾ ഓന് ചക്ക വറുത്തിടുന്ന മണം വെക്കുമ്പോൾ ഓന് ഓടി വരാറുണ്ട് കേട്ടോ. ഓന് ഇഷ്ടമായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പം അങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം മുളക് പൊടി നമ്മൾ 1.5-2 സ്പൂണോളം ഇടലുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എടുത്ത മുളക് പൊടി തീർന്ന് ഇത് രണ്ടാമത് വാങ്ങി കൊണ്ടാന്നിട്ടിടുന്നതാണ്. അച്ഛൻ്റെ പീടെ മുറ്റത്ത് തന്നെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഒന്ന് ഉപ്പ് അലിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കുക്കറിലേക്ക് ഇങ്ങനെ എല്ലാടിക്കും ആവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. 2.5 ഗ്ലാസ്സിലോ ഉണ്ടാവും തോന്നുന്നു വെള്ളം. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ചു. അല്ല, ഈ ഫ്ലെയിമിൽ എന്താ പറയണ്ടേ, വിസിലടിക്കാൻ വെക്കണം. 2 വിസിലാണ് നമ്മൾ അടിക്കാറ്. അത് പിന്നെ ചക്കേൻ്റെ ഇതുപോലെ, ഇതിപ്പോൾ എന്താ പറയണ്ടേ, തളിര് ചക്കയായതുകൊണ്ട് അത്ര പാടൊന്നും വേഗം വേണം. അപ്പം നമ്മൾ ആ വിസിലടിക്കുന്നവരെ കാത്തു നിന്ന്, അപ്പോഴേക്ക് നമുക്ക് വേറെ ചെറിയൊരു പണിയുണ്ട്. ഒരു വെളുത്തുള്ളി മൊത്തമായിട്ട് എടുത്തിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചതച്ച് വെക്കണം, അതാവുമ്പോഴേക്ക്. അപ്പോൾ അടുത്ത പണി ഇതാണ് കേട്ടോ. ചക്ക വറുത്തിടുന്ന മണം കേട്ടായില്ലേ, അപ്പുറത്തെ വീട്ടുകാർക്ക് പോലും സഹിക്കില്ല, അത്രക്കും മണമായിരിക്കും കേട്ടോ. നമ്മൾ ഈ പ്രദേശത്തെ ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ചക്ക വറുത്തിടുന്ന സ്മെല്ലുണ്ടാവും എല്ലാ വീട്ടിൽ നിന്നും, അധികം വീട്ടിൽ നിന്നും. അപ്പോൾ നമുക്ക് തിരിയും, വീട്ടിൽ നിന്ന് ചക്ക വറക്കുന്നുണ്ട്, ചക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് നമ്മളിപ്പോൾ അമ്മിക്കല്ലിൽ, സാധാരണ അമ്മിക്കല്ലിൽ ഇട്ടിട്ട് കുഞ്ഞി അമ്മിക്കല്ലുണ്ട്, അതിനെ കൊണ്ട് ചതക്കൊന്ന് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചിരട്ട വെച്ചിട്ട് അങ്ങ് കുത്തിയിട്ട് എന്താ പറയണ്ടേ, ചതച്ചാൽ മതി വെളുത്തുള്ളി. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് നമ്മളെ ഈ കുക്കർ വിസിലടിച്ചു, ചക്ക വെന്തു. അപ്പോൾ കണ്ടോ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, അതിൻ്റെ അകത്തേക്ക് തേങ്ങ ചിരകിയിടുക. അത് നിങ്ങൾക്ക് തേങ്ങ എത്ര ഇഷ്ടമോ അത്ര എടുക്കും. നമ്മളിപ്പോൾ ഒരു ചെറിയ തേങ്ങ ഫുള്ളായിട്ടെന്നല്ല, ഹാഫ് ഒരു മുറി എടുത്തിരുന്നു. അതെല്ലടിക്ക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഒരു ഇളക്ക്. ആ ഇളക്ക് അടിപൊളിയായിട്ട് ഇളക്കിയാൽ തന്നെ ചക്കക്ക് അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് വിട്ടതിന് ശേഷം നമ്മൾ കടു പൊട്ടിക്കാൻ വെക്കണം. ഒരു 2-2.5-3 ടീസ്പൂണോളം കടു ഇട്ടു. അമ്മ അളന്നിട്ടൊന്നുമല്ല കേട്ടോ ഇടുന്നത്. അപ്പോൾ അതിന് ശേഷം കടു പൊട്ടിയതിന് ശേഷം നമ്മൾ എന്തിടും, നമ്മൾ വേറൊരു സാധനം ഇടാറുണ്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ ചതച്ച വെളുത്തുള്ളി, അത് നമ്മൾ ഈ കടു പൊട്ടിച്ചതിൻ്റെ അകത്തേക്ക് ഇടും. കറിവേപ്പിലയും ഇടും. രണ്ടും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യും, കറിവേപ്പില കുറച്ച് ലാസ്റ്റോട്ട് ഇടും. ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് ഇതാവണം, വെളുത്തുള്ളി ഒന്ന് വാടണം എന്നല്ല, ഫ്രൈ ആവണം. അപ്പോൾ ഒരു ബ്രൗൺ കളറിലാകുന്നവരെ, വെളുത്തുള്ളി ആകുന്നവരെ ഇങ്ങനെ നമ്മളെന്താ പറയുക ഇതാക്കിക്കൊണ്ട് പോകാം. കണ്ടോ, അപ്പോഴേക്ക് തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. അവിടെ നിൽക്കാൻ കഴിയില്ല സത്യം പറഞ്ഞാൽ, അത്രയ്ക്ക് നല്ല മണമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കറിവേപ്പില ഇടുക. കറിവേപ്പില നമ്മൾ പിന്നെ അധികം വാടേണ്ട ആവശ്യമില്ല. പിന്നെ അധികം വാടിയാൽ പിന്നെ ഇത് പോകും. പിന്നെ അതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട്, സാധാരണ ജീരകമില്ലേ, പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട്, ജീരകം ഏറ്റവും ലാസ്റ്റ് ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അപ്പടെ ഓഫാക്കിയിട്ട് നമ്മൾ ചക്കയിലേക്ക് ഇടാം കേട്ടോ. അതും ഒന്ന് ഇങ്ങനെ ഇളക്കി. ഇനി എന്ത് വേണം, ഇതൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നേരത്തെ തേങ്ങ ഇട്ടിട്ട് അവിടെ വെച്ച ചക്കയില്ലേ, അതിൻ്റെ അകത്തേക്ക് ഇടണം. തേങ്ങ ഇട്ടിട്ട് നമ്മളൊന്നും ചെയ്തില്ല. ഇത് ഇട്ടതിന് ശേഷം ഇനി ഒരു ഇളക്കലുണ്ട്. ആ ഇളക്കലിൽ ചക്ക എന്താ പറയണ്ടേ, സൂപ്പർ കിടിലാവും. അപ്പോൾ ഇളക്കാൻ ഉപയോഗിച്ചത് പണ്ടത്തെ മരത്തിൻ്റെ കയ്യിലില്ലേ തവി, ആ കയ്യിലിൻ്റെ പിടിയാണ്. അതായത് കയ്യിൽക്കണാന്നോ നമ്മളെ നാട്ടിൽ പറയുന്നത്, കയ്യിലിൻ്റെ പിടിക്ക്. ആ കയ്യിൽ കാണാനെ കൊണ്ട് ഇങ്ങനെ ഇട്ടൊന്ന് തിരിച്ചാൽ തന്നെ ഇതായിക്കോളൂ. ഇത് പിന്നെ ചള്ള് ചക്കയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഡ്രൈ ആയിട്ട് വെക്കലൊന്നും അധികം ഡ്രൈ ആയി കിട്ടൂല. കാരണം ചക്ക ചള്ളാണ്. അപ്പോൾ കുരുവെല്ലാം ഒരു എന്താ പറയണ്ടേ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇതിൻ്റെ.
അപ്പോൾ കഴിയുന്ന പോലെയൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ കയ്യിൽ കളയൊന്നും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീലിൻ്റെ തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വേണം ചക്കയാക്കാൻ. ഇപ്പം തന്നെ എനിക്ക് വീഡിയോ ഒരു ഡബ് ചെയ്യുമ്പം കൂടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ വായിന്ന് വെള്ളച്ചാടുന്നു. അത് പറയുന്ന പോലെ അല്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. ഒരു കൊല്ലത്തിൽ കിട്ടുന്ന സംഭവമല്ലേ, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ ആയി. അപ്പോൾ തന്നെ ഞാനൊരു ബൗളിലെടുത്തു തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.